രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളി പരാമർശത്തിൽ പ്രിന്റു മഹാദേവന് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശ്ശൂരിലെ ബി.ജെ.പി. നേതാവ് പ്രിന്റുവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി. അമൽനാഥ്, 26-ാം തീയതിയാണ് ചാനൽ ചർച്ചയിൽ പ്രിന്റു മഹാദേവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. പക്ഷേ ഇന്നാണ് ഇത് സംബന്ധിച്ച് പരാതിയുമായി കോൺഗ്രസ്സുകാർ അടക്കം രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ വിഷയമുണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വലിയ തരത്തിൽ ആക്രമണം പ്രിന്റു മഹാദേവിന് നേരെ ഉണ്ടായി. പക്ഷേ പാർട്ടി ഒരു തരത്തിലും പിന്തുണച്ചില്ലെന്നാണ് ഇപ്പോൾ തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? പ്രിന്റു ഇപ്പോഴും തൃശ്ശൂരിൽ തന്നെ ഉണ്ടോ? എന്താണ് വിവരങ്ങൾ? രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളി പരാമർശം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രിന്റു മഹാദേവന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലെ ബി.ജെ.പി. നേതാവിന്റെ വീട്ടിലാണ് ഇന്ന് പരിശോധന നടത്തിയിട്ടുള്ളത്. പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. അതായത് ബി.ജെ.പി. നേതാവ് സുരേന്ദ്രൻ ഐനക്കുന്നിന്റെ വീട്ടിലായിരുന്നു പരിശോധന ഉണ്ടായത്. പ്രിന്റു മഹാദേവനെതിരെ കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു മഹാദേവ് ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഒരു ഭീഷണി മുഴക്കുന്നു. പക്ഷേ കേസെടുക്കാൻ വളരെ വൈകിയ ഒരു സാഹചര്യം, അതായത് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരാൻ വളരെ താമസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്നായിരുന്നു ആ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പ്രിന്റു മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലഡാക്കിലെ പ്രക്ഷോഭത്തെ കുറിച്ച് നടന്ന ചാനൽ ചർച്ചയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രകോപനപരമായ പരാമർശം നടത്തിയത്. ഇതിനെ തുടർന്ന് കെ.പി.സി.സി സെക്രട്ടറി സി ശ്രീകുമാർ പേരമംഗലം പോലീസിന് നൽകിയ പരാതിയിലാണ് നിലവിൽ ഇപ്പോൾ നടപടി കൈക്കൊള്ളുകയും ഇത്തരത്തിൽ ഈ അന്വേഷണവുമായി അല്ലെങ്കിൽ ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ തന്നെ, കാരണം ഇന്നാണ് ഈ പരാതി നൽകുകയൊക്കെ ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഈ പരാതിയുമായി ഈ പ്രിന്റു മഹാദേവ് വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞതെന്നാണ് ഇന്നലെ മുതൽ കാണാനില്ല. എന്നു മുതലാണ് ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമില്ലാത്തത്? കഴിഞ്ഞ ദിവസം മുതലാണ് ഈ പ്രിന്റു മഹാദേവനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരാതിരുന്നത്. അദ്ദേഹം നിലവിൽ ഇപ്പോൾ വീട്ടിലില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം ഒളിവിലാണ് എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. തൃശ്ശൂരിലുണ്ടോ അല്ലെങ്കിൽ തൃശ്ശൂർ വിട്ടോ അതുമായി ബന്ധപ്പെട്ടൊന്നും കൂടുതൽ വിവരങ്ങൾ നിലവിൽ എന്ത് തന്നെ ആയാലും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് തൃശ്ശൂരിലെ ബി.ജെ.പി. നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ഒരു പക്ഷേ ഇവരുടെ വീടുകളിൽ ഒളിവിലുണ്ടാകാമെന്ന രീതിയിലുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് തിരച്ചിൽ. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്.